നമസ്കാരം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷൻ, അന്ന് അയാളെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വെള്ളോപ്പള്ളി ബിഷപ്പ് ഞങ്ങളുടെ ഇടവകയിൽ സന്ദർശനത്തിന് വന്നപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറേ പാവപ്പെട്ട പിള്ളേരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനും. ഈ ബിഷപ്പ് അന്നൊരു ജീപ്പിലിരിക്കുമ്പോൾ ഞങ്ങളെ കുട്ടികളെല്ലാവരും ഇയാളെ കാണാൻ വേണ്ടി ഓടിച്ചെന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ വയറ് വിശന്നിട്ട് നിവർന്ന് കഴിക്കാൻ പറ്റാത്ത സാഹചര്യം അന്ന്. കാരണം ഒന്നുമില്ല, നേരെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. കാരണം അപ്പന് കുടിയേ ഉള്ളൂ, അപ്പന് കള്ള് കുടിക്കണം. അപ്പം നല്ല ഭക്ഷണം തരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പിന്നെ അന്നത്തെ സാഹചര്യമൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ബിഷപ്പിനെ കാണാൻ ചെന്നു. അപ്പം ഞാൻ വിചാരിച്ച് ബിഷപ്പിനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുണ്ടാവും, അല്ലെങ്കിൽ ഇതേ എന്തെങ്കിലും നമുക്കൊരു മുട്ടായിയൊക്കെ തരും എന്നൊക്കെ ഓർത്ത്. സത്യം പറഞ്ഞാൽ ഇയാളൊരു പടം എടുത്തു, ഒരു പടം എന്നാ യേശുപിതാവിൻ്റെ അങ്ങനെ അങ്ങോട്ടൊരു പടം എടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും തിന്നാൻ തരും, മുട്ടായി തരും, കേക്ക് തരും, ചോക്ലേറ്റ് തരും, എങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ സത്യത്തിൽ ഈ പടം കിട്ടിക്കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാണല്ലോ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, വിശന്നിരിക്കുന്ന ഒരുത്തൻ്റെ കയ്യിലേക്ക് പടമാണോ കൊടുക്കേണ്ടത്? ആണോ? അപ്പോൾ പിന്നീട് കാലം തെളിയിച്ചു. ബൈബിളിനകത്ത് കൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുഴുവൻ തട്ടിപ്പാണ്. സത്യത്തിൽ ഈ ബൈബിളും ഇതൊക്കെ ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു ഗ്രന്ഥമാണെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടി. കാരണം ദരിദ്രനോട് ദയ കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. പക്ഷേ സഭയും സമുദായമൊക്കെ ദരിദ്രനോട് ദയ കാണിക്കാനല്ല, ദരിദ്രനെ പിടിച്ചു പറിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ പദ്ധതി പാവപ്പെട്ടവരെ പറ്റിക്കാനും പിടിച്ചു പറിക്കാനും പിഴിഞ്ഞുണ്ടാക്കുവാനുമാണ് ഈ പദ്ധതി ഉപകരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുപോലെ ഞാൻ പറയണമെങ്കിൽ ആലപ്പുഴയിൽ കൃപാസനം കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പിടിച്ച ഒരു സ്ഥലമാണ് കൃപാസനം. കാരണം ഞാനും ഇതിൻ്റെ ഇരയാണ്. അവിടെ പണം ഉണ്ടാക്കുക, കാരണം ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്തു ബൈബിളിനകത്തൂടെ പറഞ്ഞു വെച്ചെന്നാണ് പറഞ്ഞത്. അപ്പം ശുദ്ധ തരിപ്പ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാലം തെളിയിച്ച് നിങ്ങളെ വേറൊരവസ്ഥയിലേക്ക് യൂണിവേഴ്സിൽ എത്തിക്കും. അതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കുക, ചതിയിൽ വീഴാതിരിക്കുക, ആരെയും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളിൽ തന്നെ ദൈവദത്തമായ കഴിവുകളുണ്ട്, നമ്മളത് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ മറ്റൊരാളുടെ വാക്ക് കേട്ട് നമ്മൾ പ്രലോഭനത്തിൽ ചാടി നമ്മുടെ ലൈഫ് നമ്മൾ